കൂടിയായിരുന്നു. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ കേവലം ഒരു ഓഫീസ് മുറിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ അത്തരം ഒരു നീക്കമാണോ ഇത്? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നടപ്പാക്കേണ്ടിയിരുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഇതിലുണ്ടോ? അല്ല, ഈ ശ്രീലേഖ ഒരു 4 മാസം കഴിയുമ്പോൾ അടുത്ത മേയറാവുക. വട്ടിയൂർക്കാവില് രാജേഷാണ് എതിരായിട്ട് മത്സരിക്കുന്നത്. അപ്പോ രാജേഷ് ജയിക്ക് ശ്രീലേഖ മേയറാവുകയും ചെയ്യും. അപ്പൊ അതിനൊരു ഉത്തരം അന്നേരം കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ മുറി ഇപ്പൊ വേണ്ടല്ലോ. 4 മാസത്തേക്ക് ഈ ഉള്ള സൗകര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം മേയറായി കഴിഞ്ഞാൽ പ്രത്യേക മുറി പിന്നെ കൗൺസിൽ ഓഫീസിന് പുറത്ത് വേണ്ടല്ലോ. ഇപ്പൊ അതെ, നിങ്ങൾ നോക്കിക്കൊണ്ടെങ്കിൽ ഇത് ഞാൻ അവിടെ കുറച്ച് വെച്ചോ സംഭവിക്കാൻ പോകുന്നത്. രാഷ്ട്രീയത്തിൽ അങ്ങനെയൊന്നും നമുക്ക് താങ്കൾ പറഞ്ഞ സാധ്യത ഇല്ല എന്നൊന്നും പറയാൻ ഞാൻ ആളല്ലോ ഒരിക്കലും. അങ്ങനെയും സാധ്യത ഉണ്ടാവാം. വി രാജേഷ് അവിടെ മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഒക്കെ ഉള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് ഞാൻ പറയുന്നില്ല. കേന്ദ്ര നേതൃത്വം അതൊന്നും പ്രവചിക്കാൻ നമുക്ക് കഴിയില്ല. ഇതെല്ലാം നമുക്കൊരു ഊഹം പറയാം. അവർ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നതിനപ്പുറത്തേക്ക് നമുക്ക് ഉറപ്പിച്ചു എന്ന കാര്യവും പറയാൻ കഴിയില്ല. മേയറാക്കാൻ വേണ്ടി ചില തീരുമാനം ഉണ്ടായിരുന്നു. എന്നെ ശ്രീലേഖനെ മേയറാക്കാൻ വേണ്ടിയിട്ട് അമിത്ഷാ അടക്കം തീരുമാനിച്ചായിരുന്നു. നമുക്ക് പുറത്തുനിന്ന് രാഷ്ട്രീയക്കാരടങ്ങുന്ന വിവരമാണ്. പക്ഷേ ഈ രാജേഷ് കുറെ കാലങ്ങളായിട്ട് തിരുവനന്തപുരത്ത് ഒരു അറിയപ്പെടുന്ന നേതാവാണ്. അതുകൊണ്ട് രാജേഷിന്റെ ഒരു മനോവിഷമം ഉണ്ടാക്കണ വെച്ചിട്ടാണ് ഇതേ മാറ്റി നിർത്തിയത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു നല്ല മേയറെ ആക്കുകയും ഒരു സീന ആക്കുകയും അതോട് ബിജെപിക്ക് വലിയ ഒരു മെജോറിറ്റി ഉണ്ടാവുന്ന കാഴ്ചപ്പാട് അവർക്ക് ഉണ്ടായിരുന്നു. ഏതായാലും നിങ്ങൾ നോക്കിക്കോ, കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതാകും. പിന്നെ കിരൺ ബാബു, ഞാൻ ഒന്നും പറയുന്നില്ല. ശരി, ഓക്കെ. എന്തായാലും രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ പലതും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യതകളൊന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും ചിലപ്പോൾ മുൻകൂട്ടി തീരുമാനിക്കാൻ കഴിയില്ല. ചിലപ്പോൾ അവസാന നിമിഷം പല തീരുമാനങ്ങളും മാറിയും മറിഞ്ഞും ഒക്കെ വരും. അന്നത്തെ സാഹചര്യത്തിനനുസരിച്ചാണ്. രാഷ്ട്രീയം തന്നെ അങ്ങനെയാണ്. ഏത് അവസാന നിമിഷം പോലും തീരുമാനങ്ങൾ മാറി മറിയാം. ശ്രീ രതീഷ് മോഹനാണ് നെയ്യാറ്റിൻകരയിൽ നിന്നാണ്. ശ്രീ രതീഷ് മോഹൻ, താങ്കൾ ഈ രാവിലെ മുതൽ തുടങ്ങിയ അല്ലെങ്കിൽ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ ആ ഒരു വിവാദം കണ്ടു കാണുമല്ലോ. രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണങ്ങൾ, അതിനുശേഷം അവിടെ ചെന്ന് നേരിട്ട് ഉള്ള സംഭാഷണം ഒക്കെ ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിനപ്പുറത്തേക്കുള്ള ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി അതിലുണ്ട് എന്നുള്ള സംശയം താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പൊ ഇതില് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ മത്സരമുണ്ട്. ഇപ്പൊ ഇതിൽ MLA, നമ്മുടെ കോർപ്പറേഷൻ കൗൺസിലർ എന്ന് പറയുന്ന ആള്, പിന്നെ MLA എന്നൊരാള്. പിന്നെ അതിൽ വരുന്നത് എന്താണ്, അവരുടെ ഒക്കുപ്പൻസി, അവരുടെ ഓഫീസ് വിഷയങ്ങളാണ് ഇതിൽ വരുന്നത്. യഥാർത്ഥത്തിൽ ഇതിലെന്താണ് വിഷയം? എനിക്കിത് നോക്കി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. സാധാരണ രീതിയിൽ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഒന്നാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് അയാൾ കഥ എഴുതുകയാണെന്ന സിനിമയിലുള്ള കുറച്ച് സീനുകളാണ്. അപ്പോൾ ഒരാള് ഒരു സ്ഥലത്ത് വരികയും ആ സ്ഥലത്ത് മറ്റൊരാൾ തുടരുകയും ചെയ്യുമ്പോൾ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഇയാളോട് സംസാരിക്കുകയല്ലേ പറ്റുള്ളൂ. ഞാനിപ്പോ അതിനകത്തൊരു ചെറിയ സംശയം. അങ്ങനെ അയാൾ കഥ എഴുതുകയാണെന്ന് പറയുന്നിടത്തോളം ഒരേ പോസ്റ്റിലേക്ക് രണ്ടുപേർ വന്നതല്ല. അല്ലല്ല, ഞാൻ ഒരേ ഓഫീസിൽ തന്നെയാണ് MLA ഓഫീസും കൗൺസിലർ ഓഫീസും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 5 കൊല്ലം അവിടെ BJPയുടെ കൗൺസിലർ ആയിരുന്നു. ആ കൗൺസിലർ അവിടെ തന്നെയാണ് പ്രവർത്തിച്ചത്. അതുവരെ അങ്ങനെ തർക്കം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ കഥയും ഇതുമായി ബന്ധമില്ല. അല്ല, കഥയുമായിട്ട് ബന്ധം ഞാൻ പറഞ്ഞതല്ല. യഥാർത്ഥത്തിൽ ആ കോർപ്പറേഷൻ എന്ന് പറയുന്നത്, നഗരസഭ എന്ന് പറയുന്നത് നമുക്കറിയാൻ സാധിക്കും. ഈ അവിടെയാണല്ലോ MLAയുടെ ഓഫീസ് എന്ന് പറയുന്നത്. MLAയുടെ ഓഫീസ് നമുക്ക് MLA പറയുന്ന രീതിയിലുള്ള ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ട്. നമ്മുടെ നിയമത്തിൽ പറയുന്നുണ്ട്. നിയമസഭയകത്തിന് പ്രത്യേകിച്ച് അവർക്ക് താമസിക്കുന്നതിനും അല്ലെങ്കിൽ MLA ക്വാർട്ടേഴ്സ് തന്നെ ഓഫീസ് ആക്കണമെന്നൊന്നുമില്ലല്ലോ. ബാക്കി MLAമാരൊക്കെ ഈ തിരുവനന്തപുരം നഗരത്തിലെ 1-2 പേർക്കല്ലാതെ ആർക്കും MLA ക്വാർട്ടേഴ്സ് ഓഫീസ് ആക്കാൻ കഴിയില്ലല്ലോ. ബാക്കി ഉള്ളവർക്ക് അവിടെ ആളുകൾക്ക് വട്ടിയൂർക്കാവിലെ ഓഫീസ് ശാസ്തമംഗലം എന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ പൊതുവെ എല്ലാവർക്കും വന്നു പോകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബസ് സൗകര്യമുള്ള എല്ലാ തരത്തിലും സൗകര്യമുള്ള സ്ഥലം. അതിന് MLAക്കായാലും കൗൺസിലർക്കായാലും എല്ലാം ഏറ്റവും സൗകര്യമുള്ള സ്ഥലം ഈ ശാസ്തമംഗലം തന്നെയാണ്. തീർച്ചയായിട്ടും. ഏത് ഭാഗത്ത് ഓഫീസായിരുന്നാലും ഇപ്പം നമ്മുടെ നഗരസഭയിലുള്ള ആളുകൾ ഇപ്പൊ മത്സരിച്ച് പുതിയ BJPയുടെ ഒരു നഗരസഭ രീതിയിൽ അവിടെ ആളുകൾ വരുമ്പോൾ അവർക്ക് ഇരുന്ന് വർക്ക് ചെയ്യുന്നതിനുള്ള ഒരു സൗകര്യം എന്തായാലും വേണമല്ലോ. എനിക്ക് തോന്നുന്നു ഈ വ്യക്തികൾ തമ്മിൽ സംസാരിക്കാതെ മറ്റ് ഏതെങ്കിലും രീതിയിൽ അത് നമുക്ക് നഗരസഭയെ ബന്ധപ്പെട്ട് അവർക്ക് താമസത്തിനുള്ള അല്ലെങ്കിൽ അവരുടെ ഓഫീസ് വർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതായിരുന്നു വേണ്ടിയിരുന്നത്. അതിനു പകരം ഇപ്പോൾ ഇങ്ങനെ ഒരു എന്തായാലും ശ്രീലേഖയും അങ്ങനെ രാഷ്ട്രീയം അറിയാത്ത ആളൊന്നുമല്ല.
അല്ലെങ്കിൽ വളരെ കൃത്യമായ രാഷ്ട്രീയം അറിയുന്ന ഒരു പാർട്ടിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അവരിങ്ങനെ ഒരു വിഷയം ഉന്നയിക്കുകയും അത് പരസ്യമായി ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനപ്പുറത്തേക്ക് മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി അതിന് ഉണ്ടാകുമെന്നാണ് നമ്മുടെ സംശയം. അതാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും ഉണ്ടാവാം. നമ്മളിപ്പോ ഈ വിവാദമായ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായിട്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടത്, പ്രത്യേകിച്ചും ഇത് വട്ടിയൂർക്കാവ് കോൺസ്റ്റിറ്റ്യുവൻസിയിലാണല്ലോ ഇത് രണ്ടുപേരും ഉള്ളത്. അപ്പൊ അവരിവിടെ ജയിച്ചു വന്നു, അവർക്ക് മേയർ പദവി കൊടുക്കാമെന്നും ഇനി അതല്ല മറ്റെന്തെങ്കിലും വാഗ്ദാനങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ അവര് ബന്ധപ്പെട്ട രാഷ്ട്രീയക്കാർ പറയേണ്ട വിഷയമാണ്. ഒരു പൊതുജനം എന്നുള്ള രീതിയിൽ നമ്മളത് ആലോചിക്കുമ്പോൾ ഒരാൾ നിയുക്തമായിട്ട് ഇവിടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു ഉദ്യോഗസ്ഥയായിട്ട് അവിടെ സ്ഥാനം നിൽക്കുമ്പോൾ, കൗൺസിലറായിട്ട് വരുമ്പോൾ അവർക്ക് അവരുടെ ഓഫീസ് ഫംഗ്ഷൻ ചെയ്യുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ളത് ആരാണ്? അവരുടെ പാർട്ടിക്കാരോ അല്ലെങ്കിൽ അത് നിയുക്ത ആളുകളുമാണ് അത് ചെയ്തു കൊടുക്കേണ്ടത്. വ്യക്തികളുമായി സംസാരിച്ച് ഇവിടെ നിന്ന് ഒഴിഞ്ഞു തരണം, എനിക്കിവിടെ ഇരിക്കേണ്ട സ്ഥലമാണ്, താങ്കൾ ഒഴിഞ്ഞു തരണം, നാളെ മുതൽ ഞാൻ ഈ ഓഫീസിൽ ഇരിക്കുകയാണ്, എനിക്ക് സൗകര്യം പോരാ എന്നൊക്കെ പറയുന്നത് തീർത്തും ബാലിശമായ കാര്യങ്ങളെന്നാണ് ഞാൻ പറയുന്നത്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ പ്രസന്നാണ്